അമേരിക്കൻ ഇലക്ഷൻ നവംബർ 3 ഇത് അടുത്തെത്തിയിരിക്കുന്നു. ഇന്ന് നമ്മോട് ചേരുന്ന വിശിഷ്ടാതിഥി വിൻസൻ പാലത്തെങ്കിൽ. മലയാളികൾക്ക് അഭിമാനം നൽകുന്നവരാണ് പലപ്പോഴും പ്രവാസികൾ. റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ മലയാളിയാണ്. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിൻസൻ പാലത്തെങ്കിൽ. Thank you, Dr. Jose. Thank you very much for this opportunity. താങ്കൾ അക്യുബൈറ്റ്സ് ടെക്നോളജി ബോർഡ് മെമ്പർ, അങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിൽ വളരെ ഒരു ബിഗ് ഗൈസ് ആയിട്ടാണ് ഞങ്ങൾ ഫേസ്ബുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്കളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താവോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്? ഷുവർ. എന്റെ പേര് വിൻസൻ പാലത്തിങ്കൽ. ഞാൻ എറണാകുളത്ത് തൃപ്പൂണിത്തുറയാണ് എന്റെ വീട്, ചമ്പക്കര എന്ന് പറയും. ഐ കെയിം ടു അമേരിക്ക ഫോർ മൈ ഹയർ സ്റ്റഡീസ്. നാട്ടില് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത്, സിവിൽ എഞ്ചിനീയറിംഗിൽ. ഐ കെയിം 92 ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വന്നു. ഐ കെയിം വിത്ത് മൈ വൈഫ് ഓൾസോ. വി ഹാഡ് 2 കിഡ്സ്. പിന്നെ ഞങ്ങൾ ജോലിക്കൊക്കെ ആയിട്ട് ഈസ്റ്റ് കോസ്റ്റിലേക്ക് മൂവ് ചെയ്തു. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് നെവാഡ റീനോയിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത്. ഇപ്പൊ ഇവിടെ വിർജീനിയയിൽ താമസിക്കുന്നു. 2 കുട്ടികൾ. മൂത്തയാള് സേവിയർ, ഹീസ് എ കമ്പ്യൂട്ടർ എഞ്ചിനീയർ വർക്കിംഗ് ഫോർ ഗൂഗിൾ. രണ്ടാമത്തെ ആള് സ്റ്റീഫൻ, ഹീസ് ഇൻ ദ ഫൈനൽ ഇയർ അഗൈൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ആഷ എന്റെ വൈഫിന്റെ പേര്. വളരെ സന്തോഷം. അതോടൊപ്പം നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ജോൺ മാത്യു ആണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർ ജോൺ മാത്യു, അപ്പോൾ നമ്മളുടെ അമേരിക്കൻ ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു, വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ വൈൻഡിങ് അപ്പ് പ്രോഗ്രാം എങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? ഇന്നും നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ ഇപ്രാവശ്യം 4 സ്പെസിഫിക് ടോപ്പിക്കുകളാണ്. 1 എക്കോണമി, 2 ഹെൽത്ത് കെയർ, 3 ക്ലീൻ എനർജി, 4 ഇമിഗ്രേഷൻ. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ബാക്ക് ആൻഡ് ഫോർത്ത്, ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഉള്ള ഒരു ഷോയാണ് ഇപ്രാവശ്യം. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഞാൻ ഇവിടെ യൂറോപ്പിൽ ഇരിക്കുമ്പോഴത്തേക്കും വ്യത്യസ്തമായിട്ട് വളരെ അകന്ന ഒരു വീക്ഷണമായിരിക്കും എൻ്റെത്. എങ്കിൽ തന്നെയും വ്യാപാര നയത്തിൽ ട്രംപ് ബൈഡനും സമാനമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് പങ്കിടുന്നത് പലപ്പോഴും. എന്നാൽ ഇവർ ചൈനയോട് കാണിക്കുന്ന ഒരു സമീപനത്തിൽ വളരെ വ്യത്യസ്തങ്ങളാണ്. ഈ വിഷയത്തിൽ സ്ഥാനാർത്ഥികളുടെ വീക്ഷണങ്ങൾ വ്യത്യസ്തമായിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞതായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ചൈനയ്ക്കെതിരായിട്ട് വലിയൊരു ഏകപക്ഷീയമായ സമീപനമാണ് ട്രംപ് കാണിക്കുന്നത്. നമുക്ക് വി നീഡ് എ സ്പെഷ്യൽ റിലേഷൻ ടു ചൈന. അതേസമയം ബൈഡൻ പറയുന്നു നമുക്ക് ബഹുരാഷ്ട്ര സമീപനമാണ് ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്ക ചൈനയുമായിട്ടൊരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു റിലേഷൻ ആരംഭിക്കുന്നത്? അല്ല, ബഹുരാഷ്ട്ര സമീപനത്തെ അദ്ദേഹം അനുകൂലിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് എന്താണ് ശ്രീ വിൻസൻ പാലത്തെങ്കിൽ പറയുന്നത്? That's a very good question. Actually a very thought out question. അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റീസൺ, ബിക്കോസ് നമുക്കറിയാം നമ്മൾ എന്ത് ബിസിനസ്സിന് പോകുമ്പോഴും എന്ത് ഗെയിം കളിക്കുമ്പോഴും പ്ലേയിങ് ഫീൽഡ് ലെവലായിരിക്കണം. 2 പേരും ഒരു ലെവലിൽ കളിക്കുമ്പോഴേ ഉള്ളൂ ആ ടീമിന്റെ കോമ്പീറ്റൻസി നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്കറിയാം ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, ഒരു ഏകാധിപത്യ ടോട്ടാലിറ്റേറിയൻ രാഷ്ട്രമാണ്. അവരുടെ സാമ്പത്തിക നയങ്ങളും പോളിസികളും കറൻസിയുടെ വാല്യൂവും എല്ലാം ഗവൺമെന്റ്, ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. വേറെ ഇന്ത്യ, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നമ്മൾ ജനാധിപത്യ രാജ്യങ്ങളാണ്. നമുക്ക് ഏകാധിപത്യപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, നമ്മുടെ കറൻസിയുടെ വാല്യൂ വാട്ടെവർ. അപ്പോ ഇത് ചൈന ആയിട്ട് നമ്മൾ ഡീൽ ഉണ്ടാക്കിയത് 1960s അമേരിക്ക ചൈനയായിട്ട് ഡീൽ ഉണ്ടാക്കിയത് അത് അമേരിക്കയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, അത് ചൈനയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല. അമേരിക്ക എന്ത് ചെയ്യുന്നതും അമേരിക്കയുടെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് അമേരിക്കയുടെ മെയിൻ തിങ്. അപ്പൊ അന്ന് ചൈനയായിട്ട് നമ്മൾ ഈ എക്കണോമിക് റിലേഷന് പോകുമ്പോൾ അമേരിക്കയുടെ ഒരു ഹോപ്പ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചൈന ഒരു ജനാധിപത്യത്തിലേക്കുള്ള പാതയിൽ പോകും, ചൈന ഒരു ഫ്രീ രാഷ്ട്രമാകും, ചൈനയുടെ ജനങ്ങൾ ഫ്രീ ആകും. അപ്പൊ നാച്ചുറലി അമേരിക്ക പോലത്തെ അല്ലെങ്കിൽ ഇന്ത്യ പോലത്തെ ഒരു ഫ്രീ രാജ്യവുമായിട്ടായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആ ഒരു മാറ്റം ചൈനയ്ക്ക് ഉണ്ടാകും എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ പ്രതീക്ഷ. പക്ഷേ ചൈന ഒരിക്കലും അത് ചെയ്തിട്ടില്ല. 1990s തുടങ്ങി, ബിൽ ക്ലിന്റൺ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തുടങ്ങി വളരെ ആക്റ്റീവായിട്ട് ചൈനനെ പിടിക്കാൻ ശ്രമിച്ചു, അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസും എല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ചൈന വാസ് ഗ്രോയിങ്, ചൈന വാസ് റിയലി അമാസിംഗ് ദി വെൽത്ത്. And China wanted everybody to change their ways according to China's wish. About 1980s, if you watch Trump started talking about public policy issues and political issues and trade-related issues, he was always talking about bringing China into a level playing field. Otherwise, we cannot do this. We cannot continue to do this because China will grow, China will accumulate the money, and once they have the money,
they're going to go by influence and power in other countries. That's what exactly we did. If you look into Maldives, if you look into Sri Lanka, if you look into all the countries around China and India, for that respect, that's what China has done. So if you continue to encourage China to do this without really having a check, at some point China is going to become like Soviet Union. Then we have to deal with the second Cold War. They're militarily powerful. They have all the rockets in the world now. They were nothing 40 years ago. We know that. They were just a country, basically trying to survive. But now they're very rich country, and that has happened because the rest of the world didn't check China's growth. So what Trump is trying to do is to bring China to a level playing field. If you are manipulating your currency, if you have tariffs on our products, we have to have the same type of tariffs on your products. So you cannot consider us as a dumping ground for all your products, produced at all these child labor camps, all these labor camps where the laborers have no freedom. Whereas in America, അത് ശരി, വളരെ ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് ബെറ്റർ ടു ഹാവ് എ മൾട്ടിലാറ്ററൽ റിലേഷൻ, അതായത് ബഹിരാഷ്ട്രം എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒന്നിച്ച് ഒരു സമീപനമല്ലേ നല്ലത്? അല്ല, ബഹുരാഷ്ട്രങ്ങളായിട്ട് വരുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. ബഹുരാഷ്ട്രങ്ങളിൽ ഇപ്പം അമേരിക്കയ്ക്കും ഇന്ത്യയായിട്ട് ഡീൽ ചെയ്യുന്ന പോലെ അമേരിക്കയ്ക്ക് ചൈനയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അമേരിക്കയ്ക്ക് അറിയാം ഇന്ത്യ ഹാസ് ഇറ്റ്സ് വീക്ക്നെസസ് ഓഫ് എ ഡെമോക്രസി. ഡെമോക്രസി നമ്മൾ കാണുന്നത് പോലെ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലറിഷിംഗ് ഒരു ബഹുത് ഒരു വെരി നൈസ് ഒരു സിസ്റ്റം ഒന്നും അല്ല. ഡെമോക്രസിയുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഫ്രീഡവും ആൾക്കാർക്ക് ലിബർട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെമോക്രസി കീപ്പ് ചെയ്യുന്നത്. പക്ഷെ ചൈനയ്ക്ക് ആ ലൈബിലിറ്റി ഇല്ല. ഇഫ് ദേ വാണ്ട് ടു ഡെവലപ്പ് യൂറോപ്പുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും യൂറോപ്പുമായിട്ട് എങ്കിലും ഒരു ഒന്നിച്ചുള്ള ഒരു റിലേഷൻ, ഇത് പല കാര്യങ്ങളിലും ചൈനയെ നമുക്ക് നിലയ്ക്ക് നിർത്തുവാനുള്ള പല കാരണങ്ങളാണ് അതിനകത്തുള്ളത്. അല്ല, നമ്മൾ ഒരു പർട്ടിക്കുലർ ഡീലിലേക്ക് പല രാജ്യങ്ങളെ കൊണ്ടുവന്നു കഴിയുമ്പോൾ നമുക്ക് അതിൽ ഒരു രാജ്യത്തിന് ഡിഫറെന്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പം അമേരിക്കയ്ക്ക് യൂറോപ്പുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ they are ready to deal with Europe because it's a similar situation, freedom, എല്ലാ ഉള്ള രാജ്യങ്ങൾ. ഇന്ത്യ ആയിട്ട് സെയിം തിങ്. But when it comes to China is different. So when it comes to Middle East, it's again different. So അമേരിക്കയുടെ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളും ഉണ്ടായിരുന്ന പോളിസി, ചൈനയെ നമ്മൾ ബാക്കിയുള്ള വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എല്ലാം കൊണ്ടുവന്നു, അതിന് അമേരിക്ക ഹെൽപ്പ് ചെയ്തു. പക്ഷെ ചൈന അവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ചൈന is still kept on doing what China is very good at, manipulating currency, having their completely controlled economy where people don't know what's happening there. നമ്മൾ ഈ വുഹാന്റെ വൈറസിന്റെ കാര്യത്തിൽ പോലും നമുക്ക് അതിനൊരു സോഴ്സ് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. വേറെ ഏത് രാജ്യത്താണെങ്കിലും പറ്റും. അപ്പൊ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലെ സോ വിൻസൺ, ഞാൻ അതിനകത്ത് കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മള് ഇപ്പൊ കഴിഞ്ഞ ഒരു 4 കൊല്ലം ട്രംപ് വളരെ സ്ട്രോങ് ആയിട്ട് ചൈനയ്ക്കെതിരെ ഒത്തിരി സംസാരിച്ചു. അതിനിടയ്ക്ക് ട്രേഡ് ബാരിയേഴ്സ് കൊണ്ടുവന്നു, ടാക്സ് ഇൻക്രീസ് ചെയ്തു, പ്രോഡക്ട്സിന് ടാക്സ് ഇൻക്രീസ് ചെയ്തു. പക്ഷെ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു ടാൻജിബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം സ്പെസിഫിക് ആയിട്ടൊന്ന് കാണിക്കാൻ പറ്റുമോ? ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചൈന ഈസ് ആക്ച്വലി ചൈനസ് എക്കണോമി ഈസ് ഇൻ വെരി ബിഗ് ട്രബിൾ. വി ഡോണ്ട് I mean, the news is not coming out. They are trying to manipulate their currency, reduce the value of their currency. They are really struggling. So bottom line is, ചൈനയുടെ ടാരിഫ് കൊണ്ടുണ്ടായ മണി ചൈന പണിഷ് ചെയ്ത് അമേരിക്കയിലെ കൃഷിക്കാർക്ക് കൊടുക്കുകയാണ് ട്രംപ് ചെയ്തത്. അല്ല, പക്ഷേ സത്യത്തിൽ ആ ടാരിഫ് ആക്ച്വലി പേ ചെയ്ത അമേരിക്കൻ കൺസ്യൂമേഴ്സ് അല്ലേ? ചൈന അതിനകത്ത് പേ ചെയ്തില്ലല്ലോ. അമേരിക്കൻ കൺസ്യൂമേഴ്സ് അല്ലേ ടാക്സ് പേ ചെയ്തത്? അല്ല, അമേരിക്കൻ കൺസ്യൂമേഴ്സ് പേ ചെയ്യും എന്നാണ് ജനറൽ എക്കണോമിക് പ്രിഡിക്ഷൻസ് അങ്ങനെയായിരുന്നു. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഡിഡ്ന്റ് റിയലി ഹാപ്പൻ. അമേരിക്ക അങ്ങനെ അത്ര വലിയൊരു വിലക്കയറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, അമേരിക്കയിൽ തീർച്ചയായിട്ടും വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അമേരിക്കയിൽ മെയിൻ ആയിട്ടുണ്ടായ ഇമ്പാക്ട് ഈ കൃഷിക്കാർക്കാണ് ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടായത്. അല്ല, കൃഷിക്കാർക്ക് ഇമ്പാക്ട് ഉണ്ടായത് ചൈന നമുക്കെതിരെ അമേരിക്ക എടുത്ത ടാരിഫിനെതിരെ ചൈന മറ്റേ സോയാബീൻ ആക്ച്വലി ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തിയപ്പോഴാണ് അമേരിക്കക്ക് പ്രോബ്ലം ആയത്. അതുകൊണ്ടാണ് സബ്സിഡൈസ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനത്തിന് നമ്മൾ ടാക്സ് ഇൻക്രീസ് ചെയ്താൽ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടേഷൻ കുറയ്ക്കാൻ പറ്റുമെന്നല്ലാതെ അമേരിക്കൻ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ കൺസ്യൂമേഴ്സ് പൈസ കൂടുതൽ കൊടുക്കുക തന്നെയാണ് ചെയ്തത്. വേറെ പൈസ കൊടുക്കുന്നത്. നമുക്കിപ്പം $10 കിട്ടുന്ന സാധനം 25% ടാക്സ് ചെയ്താൽ അതിന് $12.50 ആ $12.50 എന്ന് പറയുന്നത് ഞാനും വിൻസനും ഉള്ള അമേരിക്കൻ കൺസ്യൂമർ ആണ് പേ ചെയ്യുന്നത്, അല്ലാതെ ചൈനയല്ല പേ ചെയ്യുന്നത്. എക്സാക്ട്ലി. അത് അങ്ങോട്ട് ഒരു ഈക്വൽ ടേംസിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആ പ്രൈസ് കൺസ്യൂമറിന് കൂടുകയല്ല ചെയ്യുന്നത്. ചൈനീസ് കമ്പനീസിന് കുറച്ച് ലൂസ് ചെയ്യും, അമേരിക്കയിലെ മിഡിൽ മാനിന് കുറച്ച് ലൂസ് ചെയ്യും, കൺസ്യൂമേഴ്സ് കുറച്ച് കൂടുതൽ പേ ചെയ്യും.
ഇതെല്ലാം കൂടി കൂടിയാണ് ഈ 2.5 അല്ല, പക്ഷെ നമ്മൾ കാണുന്നത്. അമേരിക്കൻ അല്ല ചൈനീസ് കമ്പനിക്ക് ലോസ് ചെയ്യുന്നെന്ന് പറയുന്നത് അവരുടെ പ്രോഡക്റ്റ് 10 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന പ്രോഡക്റ്റ് 12 രൂപ 50 പൈസ അമേരിക്കയിൽ അതിന് വിലയാകുമ്പോൾ വേറൊരു രാജ്യം 11 രൂപയ്ക്ക് അത് അമേരിക്കയിൽ വിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രോഡക്റ്റ് മേടിക്കുന്നതിലൂടെ ചൈനയിലുള്ള അവരുടെ ഇൻകം കുറയുമെന്നല്ലാതെ ചൈനയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കൻ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ കൺസ്യൂമർ അതിന്റെ തീർച്ചയായിട്ടും അത് പേ ചെയ്യുന്നുണ്ട്. ചൈനീസ് ഗവൺമെന്റ് ഈസ് നോട്ട് പേയിങ്. അമേരിക്കൻ കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത് കുറയും. സപ്ലൈ ആൻഡ് ഡിമാൻഡ് പ്രിൻസിപ്പിൾ. നമ്മളിപ്പോ എന്ത് സാധനം അങ്ങനെയല്ലേ, നമ്മളൊരു $100 കിട്ടുന്ന സാധനം $50 കിട്ടി നമ്മൾ കൂടുതൽ ഉപയോഗിക്കും. അപ്പൊ അതുപോലെ തന്നെ വേറൊരു ഇഷ്യൂ ഉള്ളത് ഈ ഒരു ട്രേഡ് വാർ കൊണ്ട് നമ്മൾ ഇപ്പൊ ലോകത്തിലെ എല്ലാ കൺട്രീസിലും തന്നെ എക്കണോമിക് ട്രബിൾസ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ട്രബിൾ ഉണ്ട്, ചൈനയിൽ ട്രബിൾ ഉണ്ട്. കോവിഡ് ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ആക്ച്വലി അറൌണ്ട് ദ വേൾഡ്. അപ്പം ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചൈനയെ അഫക്ട് ചെയ്യുന്ന എക്കണോമിക് ഡൗൺ ടേൺ എന്ന് പറയുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്ന ഡൗൺ ടേൺ ആണ് ഇപ്പൊ. ഈ കോവിഡ് എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്ന ഡൗൺ ടേൺ ഡെഫിനറ്റ്ലി അത് കോവിഡിന് ശേഷം ഉണ്ടായി. ഞാൻ പറഞ്ഞത് അതല്ല, ആദ്യം തുടങ്ങി ഈ ബാരിയേഴ്സ് കൂട്ടുമ്പോൾ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് അമേരിക്കയിലോട്ട് ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട്സ് കുറയും. അതിന്റെ ഇമ്പാക്ട് ചൈനയ്ക്ക് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും, ഉണ്ടായേ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇന്ത്യ അല്ല അമേരിക്ക അമേരിക്കയിലെ കൺസ്യൂമേഴ്സ് കൺസംഷൻ കുറയും. അല്ല അമേരിക്കയിലെ കൺസ്യൂമർ അല്ല, അമേരിക്ക എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിനും അവിടെ ടാക്സ് കൂട്ടി. അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കാനുള്ളത് ഈ ടാക്സിന്റെ ഒരു സിറ്റുവേഷൻ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പോലും എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് പല കാര്യങ്ങളും. ഞാൻ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് വൺ തിങ്, അമേരിക്കയിൽ നമ്മൾ $50,000 കൊടുക്കുന്ന ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി, ഇത് ജസ്റ്റ് ഫർഗെറ്റ് അബൌട്ട് ചൈന. അത് ഇന്ത്യയിൽ എത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് അതിന് $100,000 ആണ്. ഇവിടെ $50,000 വിലയുള്ള ഒരു സെയിം വെഹിക്കിൾ, ബിക്കോസ് ഇറ്റ്സ് ഓൾ മാനുഫാക്ചർഡ് ഔട്ട്സൈഡ് ഇന്ത്യ. 100% ആണ് നമ്മുടെ ഡ്യൂട്ടി, റൈറ്റ്, ഫോർ ഫോറിൻ കാർസ്. ഓൺ ദി അതർ ഹാൻഡ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ മഹീന്ദ്രയുടെ ട്രക്ക് when it is available for $20,000 in India, it is available for $22,000 in America. So നമ്മുടെ ടാക്സ് പെർസെന്റേജ് ഈസ് വെരി ലോ. വിൻസൻ, ഇതിനകത്ത് ഒരു കാര്യം കൂടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയണം. ആ ഒരു കമ്പാരിസൺ ഈ ചൈനയും അമേരിക്കയും തമ്മിൽ വരുമ്പോഴത്തേനും നമ്മൾ ആക്ച്വലി എക്സാക്ട്ലി ഓപ്പോസിറ്റ് അല്ല വരുന്നത്. കാരണം ചൈനയിൽ ഞാൻ എന്റെ കമ്പനി ചൈന ബിസിനസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ചൈനയിൽ നമുക്ക് ഒരു $2 per hour ഒരാൾ ജോലി ചെയ്യുമ്പോൾ അമേരിക്കയിൽ $12 per hour ഒരാൾ ജോലി ചെയ്യുന്നത് ഞാൻ പറയുന്നത് മിനിമം സാലറിയാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഏത് കാറ്റഗറി ജോലി എടുത്താലും ആ ഒരു ഡിഫറൻസ് ആണ് അവരുടെ അഡ്വാൻറ്റേജ്. അതാണ് നമ്മൾ ലെവൽ പ്ലേയിങ് ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. അല്ല, ലെവലിൽ കൊണ്ടുവരാൻ ഒക്കെ എങ്ങനെ ഒക്കുന്നത്? കാരണം എനിക്ക് $2 ഞാനൊരു ടീഷർട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എനിക്കത് അമേരിക്ക $10 വിൽക്കാൻ പറ്റുമെങ്കിൽ ആ സാധനത്ത് ഞാൻ $10 ലേബർ പേ ചെയ്ത് അമേരിക്കൻ മാനുഫാക്ചർ ചെയ്യുന്ന സാധനം ഞാൻ $20 അമേരിക്ക വിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് $10 വിൽക്കാൻ പറ്റില്ല. അമേരിക്കൻ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ കൺസ്യൂമർ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 20 കൊല്ലമായിട്ട് നമ്മൾ മാനുഫാക്ചറിങ് ഔട്ട്സോഴ്സ് ചെയ്തതിലൂടെ അമേരിക്കന്റെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യം. മനസ്സിലായി. അതിന്റെ ലോജിക് സാധനം കിട്ടും, നമുക്ക് മേടിക്കാൻ മനസ്സിലായി. ലോജിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. ജോൺ ഒരു ബിസിനസ്സുകാരനാണ്, ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു, ഞാനിപ്പോ ഒരു പൊളിറ്റീഷ്യനാണ്. എന്റെ തിയറി ഇതാണ്, ഈ ബിസിനസ്സുകാരൻ എപ്പോഴും അവന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ ബിസിനസ് ചെയ്യും. അത് ലോകത്തിൽ എവിടെ എന്തെല്ലാം നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളുടെ ലൂപ്പ് ഹോൾസും അതെല്ലാം ഉപയോഗിച്ച് അവന് ബിസിനസിന് ലാഭം ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ അവൻ ബിസിനസ് ചെയ്യും. പക്ഷെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത, ഒരു രാജ്യത്തിന്റെ സ്ട്രോങ് ആയിട്ടാണോ രാജ്യം നിലനിൽക്കുന്നതെന്ന് ചിന്തിക്കേണ്ടത് പൊളിറ്റീഷ്യൻസ് ആണ്, രാഷ്ട്രീയക്കാരാണ്. ആ രാഷ്ട്രീയക്കാര് ബിസിനസ്സുകാരുടെ കൂടിയത് കൊണ്ടാണ് അമേരിക്കയിൽ ഇത്രയും നാളും ചൈനനെ പിടിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയക്കാരൻ ഇല്ലാണ്ട് പോയത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒരു രാഷ്ട്രീയക്കാരന് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാലേ, ഇപ്പൊ നമ്മള് ഇന്ന് സാധാരണ അമേരിക്കയിലെ പറയും അമേരിക്കയുടെ എക്കോണമി വീക്ക് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന വാൾമാർട്ടിലാണ്. കാരണം വാൾമാർട്ടിലാണ് നമുക്ക് സാധനങ്ങൾ കൂടുതൽ മേടിക്കാൻ പറ്റുന്നത്. ആ സ്ഥാനത്ത് അമേരിക്കയിലെ എക്കോണമി റിച്ച് ആകുമ്പോൾ നമ്മൾ നോർഡ്സ്ട്രോമിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ആൾക്കാർ പോയി സാധനം വാങ്ങിക്കുന്നത്. ബിക്കോസ് ദേ കൻ അഫോർഡ് ഇറ്റ്. അപ്പം ഈ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അമേരിക്കയിൽ കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് ഉണ്ടായെങ്കിൽ അതിന്റെ പുറകിലുള്ള ഒരു മാനുഫാക്ചറിങ് എഞ്ചിൻ ലോ കോസ്റ്റ് കൺട്രീസിലുണ്ട്. അത് ചൈന മാത്രമല്ല, സൗത്ത് അമേരിക്കൻ കൺട്രീസ് ഉണ്ട്, ഇന്ത്യ വേറൊരു ആസ്പെക്ട് ആണ്. ചൈന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം, അത് ഇന്ത്യയിലേക്ക് പോകണം, ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോകണം. നമ്മളുടെ ഒരൊറ്റ പോയിന്റ് കൂടെ അമേരിക്കയിലെ കൺസ്യൂമറിന്റെ ഗുഡ്സിന് വില കൂടുമ്പോൾ അതിനനുസരിച്ച് അമേരിക്കയിലുള്ള സാധാരണക്കാരുടെ ഇൻകവും വെൽത്തും കൂടുന്നില്ലെങ്കിൽ ഈ അമേരിക്കക്കാരന് ഒരിക്കലും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ഇതിനകത്ത് പറയുന്നത്. നമുക്ക് ഇറ്റ് ഈസ് ഈസി ടു സേ
ചൈനയെ ബാഷ് ചെയ്യാം, ഇന്ത്യയെ ബാഷ് ചെയ്യാം, സൗത്ത് അമേരിക്കയെ ബാഷ് ചെയ്യാം. പക്ഷേ അമേരിക്കൻ കൺസ്യൂമർ എൻജോയ് ചെയ്യുന്ന ലോ പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മെറ്റീരിയൽസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്, ഫ്രം low cost countries. With that, I'll stop it. Definitely that is the point, but at the same time, but we have to understand that there is the consumer behaviors that was formed in the last 20 or 30 years. It is not in the best interest of America as a nation. So we have to change that consumer behavior, maybe. Okay. ഈ ന്യൂ ട്രേഡ് പോളിസി അനുസരിച്ച് ഈ കഴിഞ്ഞ ട്രംപ് പീരീഡില് അൺഎംപ്ലോയ്മെന്റ് അതുപോലെ തന്നെയുള്ള ട്രേഡ് റിലേഷൻസ് എന്തുമാത്രം അമേരിക്കയിൽ കൂടിയതായിട്ടുള്ള എന്തെങ്കിലും കണക്കുകളുണ്ടോ? എങ്ങനെ ഈ ന്യൂ പോളിസി ഹെൽപ് അമേരിക്കൻസ് ടു ഫൈൻഡ് ജോബ്? അതായത് അമേരിക്കയിലെ അൺഎംപ്ലോയ്മെന്റ് വളരെ കുറഞ്ഞു. അമേരിക്കയിലെ അൺഎംപ്ലോയ്മെന്റ് ഈസ് വെരി ലോ ഫോർ ഓൾ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ബിഫോർ കോവിഡ്. ഓഫ് കോഴ്സ് നൗ ഇറ്റ് ഈസ് നോട്ട് സംതിങ് ടു കമ്പയർ ബിഫോർ കോവിഡ്. So blacks, Hispanics, African Americans. Thank you, Dr. John and Sri Palathengil for a good discussion. രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിലാണ്. ഹെൽത്ത് സിസ്റ്റത്തിൽ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ ബേസിലാണ് ട്രംപ് നിലനിൽക്കുന്നത്. അതായത് കോമൺ സോഷ്യൽ ബെനിഫിറ്റ്സ്, അതായത് ഹെൽത്ത് സിസ്റ്റംസ് വളരെ കുറച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. അത് ശരിയാണോ? അത് അല്ല, ഹെൽത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒബാമ കെയർ പാസ്സായി. ഒബാമ കെയർ എടുത്തു മാറ്റി പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ട്രംപ് ശ്രമിച്ചു. ട്രംപിന്റെ ഫസ്റ്റ് 1.5 years അതിന് റിപ്പബ്ലിക്കൻ സൈഡിൽ നിന്നും ജോൺ മക്കെയിനെ പോലെയുള്ള ആൾക്കാർ, ജോൺ മക്കെയിന്റെ ഒരു വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒബാമ കെയർ എടുത്ത് കളയാമായിരുന്നു. അത് എടുത്ത് കളയാൻ പറ്റില്ല. അപ്പൊ ഇനിയിപ്പോ അതിനകത്തുണ്ടായിരുന്ന ഒരു ഈ what do you call the individual mandate എന്ന് പറയുന്ന സംഭവം എടുത്ത് മാറ്റാൻ അവർക്ക് പറ്റി. പക്ഷെ ആ ഇൻഡിവിജ്വൽ മാൻഡേറ്റ് ആയിരുന്നു ഈ ഒബാമ കെയറിന്റെ ലീഗാലിറ്റി. ബിക്കോസ് ഇൻഡിവിജ്വൽ മാൻഡേറ്റ് ഈസ് കൺസിഡേർഡ് ലൈക്ക് എ ടാക്സ് ആൻഡ് കോൺഗ്രസ് ഹാസ് ദി അതോറിറ്റി ടു ടാക്സ് സിറ്റിസൺസ്. So that is why the Supreme Court Chief Justice Roberts sided with the Obamacare even during Obama time. So now individual mandate is gone. So now it is very unlikely for it to lose in the Supreme Court. So Obamacare is going to stay. So now we have to look at ways of improving Obamacare. I think that's all we can do pretty much. Because Obamacare. പക്ഷെ ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു ഇഷ്യൂ എന്താണെന്നറിയോ വിൻസൻ? അതായത് ഇപ്പം ഞാൻ ഹെൽത്ത് കെയർ, ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഹെൽത്ത് കെയറിലുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഒബാമ കെയർ സോൾവ് ചെയ്ത 3 കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ അമേരിക്കയിൽ എപ്പോഴും കേൾക്കാറുണ്ട്. ഒന്ന്, ഈ അൺഇൻഷുർഡ് ആയിരുന്ന ആൾക്കാർക്ക് ഇൻഷുറൻസ് വാങ്ങിക്കാനുള്ള ഒരു എക്സ്ചേഞ്ച് അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്തു. 2, ഈ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഉണ്ടായിരുന്ന ഏകദേശം 100 million ആൾക്കാരോളം കവറേജ് എൻഷുർ ചെയ്തു. 3, നമ്മളുടെയൊക്കെ കുട്ടികൾ പോലെയുള്ളവർക്ക് up to 26 they can actually covered under the parents insurance. ഇത് 3 എന്ന് പറയുന്നത് they are 3 pillars of the Obamacare that actually benefited a lot of people who actually used to have a lot of issues with those especially during the recession and etc. when kids found difficult to find a job. But ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു ഇന്ത്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോലെ ഉള്ളവർക്ക് യൂഷ്വലി we are not directly impacted. In fact, we may be negatively impacted because of higher premiums and higher deductibles. പക്ഷേ സാധാരണക്കാരനായ അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ബെനിഫിറ്റ്. പക്ഷേ ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു പ്രശ്നം, ട്രംപിന്റെ പോളിസിയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, സ്പെസിഫിക് ആയിട്ട് നോക്കിയാൽ he really doesn't have a plan to make sure those 3 things are delivered and change Obamacare. He is actually fixated on cancelling Obamacare from day one, but not having a very good plan to replace it. അതിനെപ്പറ്റി എന്ത് പറയുന്നു? നമ്മൾ ഒബാമ കെയറിലെ 3 അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നത്, ഞാനൊരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്നു, എന്റെ കഷ്ടപ്പാടിനും എന്റെ ബുദ്ധിമുട്ടുകൾക്കും എന്റെ ടോയിലിനും റിവാർഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ ഞാൻ ജീവിക്കുന്നു. സോ ഞാനിപ്പം ഐ എം ഡൂയിങ് വെരി വെൽ, ബട്ട് ഐ കൺസിഡർ മൈസെൽഫ് മിഡിൽ ക്ലാസ് ഹിയർ. ഐ എം നോട്ട് റിച്ച്. സോ എന്റെ പ്രീമിയം ഓൾമോസ്റ്റ് ഡബിൾ ചെയ്യുന്ന രീതിയിലുള്ള ഏത് പോളിസിയും മിഡിൽ ക്ലാസിനെ കില്ല് ചെയ്യുന്ന പോളിസിയാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ ഒബാമയ്ക്ക് 2 പ്രാവശ്യം വോട്ട് ചെയ്ത ആളാണ്. ഒബാമയുടെ പോളിസിയിലുള്ള പാളിച്ച ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ഒബാമ കെയർ എൻഫോഴ്സ് ചെയ്തപ്പോഴാണ്. 2012 ഒബാമ കെയറിന്റെ ഫുൾ മാഗ്നിറ്റ്യൂഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ പ്രോബ്ലം മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചത് എന്താണ്. അതിനു മുമ്പ് ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ഒബാമനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സാധാരണക്കാരുടെ കയ്യിൽ നിന്നും കാശ് ഒരുമാതിരി റീസണബിളി റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്നും പൈസ എടുത്തിട്ട് പൂറിന്റെ ഇൻഷുറൻസ് സബ്സിഡൈസ് ചെയ്യുന്ന ഇടപാടാണെന്ന് അപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായത്. അപ്പൊ ദാറ്റ് മീൻസ് എന്നെ പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ആളെ ഒരു റിച്ച് ആളായിട്ടാണ് ഒബാമ കെയർ കൺസിഡർ ചെയ്യുന്നത്, വിച്ച് ഇസ് നോട്ട് റൈറ്റ്. ബിക്കോസ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി സോണിൽ നിന്നുകൊണ്ട് നമ്മൾ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ ഒരു റീസണബിൾ ലെവൽ എത്തിയപ്പോൾ തന്നെ നമ്മളെ കൂടുതൽ ടാക്സ് ചെയ്യണം. എനിക്ക് $1,500 എന്റെ കമ്പനിയിൽ ഞാൻ പോളിസി തുടങ്ങുന്നത്, ഒരു ഫാമിലി ഓഫ് 4 people. It was actually at about $900 when Obamacare came.
and all of a sudden 900 to 1,200 ആ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. All of a sudden it became $2,500 ഒബാമ കെയർ വന്നു കഴിഞ്ഞപ്പോൾ. ബിക്കോസ് ഓരോ ഇൻഡിവിജ്വലുടെയും ഹെൽത്ത് അനുസരിച്ച് ആ ഇൻഡിവിജ്വൽ ആയിട്ട് വരാൻ തുടങ്ങി. മറ്റേത് എത്ര നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ അങ്ങനെയായിരുന്നു പ്രീമിയം പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ സാധാരണഗതിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാരെ പണിഷ് ചെയ്തിട്ട് അതെടുത്ത് റിച്ച് പൂറിന് കൊടുക്കാൻ മാത്രം ഞാൻ റിച്ച് ആയിട്ടില്ല. ഐ കൺസിഡർ മൈസെൽഫ് സ്റ്റിൽ മിഡിൽ ക്ലാസ്. സോ അങ്ങനത്തെ ഒരു പോളിസിനെ എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ അൺഇൻഷുർഡിനെ കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ഒരു പ്രശ്നം. പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് അത് ഓരോ സമയത്തും ഓരോ പ്രസിഡന്റുമാരും അത് ഡീൽ ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇപ്പൊ 92 ഞാനോട് വരുന്നു, എന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു, ഞങ്ങൾ ഒന്നിച്ചാ വരുന്നത്. എനിക്ക് ഇൻഷുറൻസ്, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തു പഠിക്കാനായിട്ട് വന്നപ്പോൾ. ആ ഇൻഷുറൻസ് ഈ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ കവർ ചെയ്തില്ല ബിക്കോസ് ഇറ്റ് വാസ് പ്രഗ്നൻസി. We faced a lot of troubles because of that. We managed it somehow. Our elder son, he's now 27 years old. In 94, Bill Clinton covered pregnancy as an exempt condition. Pregnancy cannot be a pre-existing condition. So different presidents were acting on this. What I am saying is pre-existing condition should be covered. Period. എന്നെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ റോൾ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുവാണ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒപ്പീനിയൻ അല്ല. ഗവൺമെന്റിന്റെ റോൾ ഷുഡ് ബി ഓൺ റെഗുലേഷൻസ് and making sure that there is no abuse, and there is no government running anything, because government എന്ത് റൺ ചെയ്യാൻ തുടങ്ങിയത് കുളമാവും. ഇപ്പം ഗവൺമെന്റ് ഓൺ ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് ഓൺ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനറൽ ഹോസ്പിറ്റലുകളെ കുറിച്ച് ചിന്തിക്കുക. that is how the standard is going to reduce. ആരെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ? എറണാകുളത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്റെ ഫാദർ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ എംപ്ലോയി ആയിരുന്നപ്പോൾ മാത്രമേ ഞങ്ങൾ പോകുമായിരുന്നു. അതിനുശേഷം ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ബിക്കോസ് ദ ക്വാളിറ്റി ഈസ് ഗോയിങ് ടു ബി ലോ. അപ്പൊ ഗവൺമെന്റ് ആവശ്യമില്ലാത്ത റോൾ എടുക്കരുത് എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. അല്ല, അത് ഞാനും ആക്ച്വലി തീർച്ചയായിട്ടും എഗ്രി ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഇന്നത്തെ സാഹചര്യത്തില് ഈ ഇൻഷുറൻസ് കോസ്റ്റ് കൂടി എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ആക്ച്വലി വിൻസിനെ പോലെ തന്നെ ഞാനിവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നതാണ്. 94 2 years later, 94 ഉള്ളൂ. അപ്പം ആ സമയത്ത് ഞാൻ ആക്ച്വലി ബെനിഫിഷ്യറി ഓഫ് ദാറ്റ് ക്ലിന്റൺസ് ചേഞ്ച്. കാരണം എന്റെ മൂത്ത മോനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് വി വർ ഏബിൾ ടു മാനേജ് ഇറ്റ്. പക്ഷേ ഞാനിത് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വെൻ ഐ ലുക്ക്ഡ് ഇൻടു ദിസ്, ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് വി ക്യാൻ കോൾ എനിബഡി എ മിഡിൽ ക്ലാസ്, റൈറ്റ്? ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ദിസ് ഓൾ റിലേറ്റീവ്. അതായത് ഇപ്പം 150,000 ഏൺ ചെയ്യുന്ന ഒരു ഫാമിലിയെ മേ ബി മിഡിൽ ക്ലാസ് എന്ന് പറയാം. ആ സെയിം ഫാമിലി 400 ആകുമ്പോഴും ദേ വുഡ് ലൈക്ക് ടു ബി നോൺ ആസ് മിഡിൽ ക്ലാസ്, നോട്ട് റിച്ച്. അപ്പം അത് നമ്മളൊരു റിലേറ്റീവ് ആണ്, അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അപ്പം ഇതിനകത്ത് വരുന്ന ഞാൻ ഇതിനകത്ത് കാണുന്നത് വെച്ചാൽ ഗവൺമെന്റ് വാസ് ആക്ച്വലി ടാക്സിങ് എ ലോട്ട്. അതുപോലെ ഹോസ്പിറ്റൽസും എല്ലാവരും ഈ അൺഇൻഷുർഡിനെ സപ്പോർട്ട് ചെയ്തിട്ട് ദേ ആക്ച്വലി ഹാഡ് ലോട്ട് ഓഫ് ഇഷ്യൂസ്. അതുപോലെ ഈ പറയുന്ന പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു പ്രഗ്നൻസിയേക്കാൾ കൂടുതൽ കൺജനിറ്റൽ ഡിഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നു, പിള്ളേരുണ്ടാകുന്നു. അതുപോലെ ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്തവർ സഡൻലി ദേ ആക്ച്വലി ഫൗണ്ട് ഔട്ട് ദേ ആക്ച്വലി ഹാവിംഗ് ക്യാൻസർ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ശരിയാണ്, ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് എവറിബഡി, റൈറ്റ്? അതായത് ഇപ്പം ഈ അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോയിൽ പറഞ്ഞു, അതായത് 40% ഓഫ് ദ വെൽത്ത് ഈസ് അക്യൂമുലേറ്റഡ് ഇൻ 1% ഓഫ് ദ പോപ്പുലേഷൻ, വേറാസ് ദ ബോട്ടം 90% ഹാസ് ഓൺലി 25% ഓഫ് ദ വെൽത്ത്. അപ്പൊ 90% ഓഫ് ദ പോപ്പുലേഷനെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഒബാമ കെയറിനെ അറ്റ്ലീസ്റ്റ് ഇറ്റ് വാസ് വ്യൂഡ്. കാരണം they may actually benefit from those three things, especially that എക്സ്ചേഞ്ചിലെ ഇൻഷുറൻസ് വാങ്ങിക്കാനുള്ള ഇൻഡിവിജ്വൽ മാൻഡേറ്റ് വന്നതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണല്ലോ. അതായത് എക്സ്ചേഞ്ച് ചീപ്പർ ആയിരിക്കും, അവർക്ക് വാങ്ങിക്കാൻ പറ്റും. രണ്ടാമത് ഈ പറയുന്ന പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനെ പറ്റി ആൾക്കാർക്ക് വറി ചെയ്യേണ്ട. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ബെനിഫിഷ്യറി, എന്റെ മോൻ ലോ സ്കൂളിൽ പഠിക്കുന്നു, അവൻ ആക്ച്വലി 26 വരെ ഈസ് കവർഡ് അണ്ടർ മൈ ഇൻഷുറൻസ്, സോ വിച്ച് ഇസ് എ ബെനിഫിറ്റ്. അതർവൈസ് ഹി ഹാസ് ടു ഗോ ആൻഡ് ബൈ ഇറ്റ് ഔട്ട്സൈഡ്. അപ്പൊ ആ ഒരു സെക്ടറിൽ ഞാൻ പറഞ്ഞത് എന്നാ വെച്ചാല്, ആ ഒരു ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു സ്പെസിഫിക് പ്ലാൻ ഇല്ലാത്തതാണ് ഞാൻ ട്രംപിന്റെ ഹെൽത്ത് കെയർ പോളിസിനെ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം ഒരു റീപ്ലേസ്മെന്റ് പ്ലാൻ ഇല്ലാതെ ഇരിക്കുന്നത് മുറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എന്റെ കംപ്ലൈന്റ്. അല്ല, ഈ ഇരിക്കുന്നത് മുറിക്കുന്ന ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ്, ജോൺ, നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, we can see the difference between the Democratic Party and Republican Party right here. You can say that as much as you want about your independence or your neutral, but you're not. What you are saying is a Democrat policy of total responsibility, like a collective responsibility of every individual. But Republican Party believes in individualism and opportunity. So what I believe is, if this country can offer opportunity for people to grow, like you and me, that is all a government can do. Like making sure that opportunities are available for everybody, making sure that there is no discrimination in opportunities. But you cannot take care of poor. Thank you, Vincent. We have 2 more points because 6 minutes more. അപ്പോൾ ആ ഈ 6 മിനിറ്റിനകത്ത് നമ്മൾ 3 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അതുകൊണ്ടാണ് അടുത്തത് ക്ലീൻ എനർജിയാണ്. അതായത് ട്രംപ് വളരെ ലിബറൽ ഫ്രീഡം ഇതൊക്കെ
പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ക്ലീൻ എനർജിയുടെ കാര്യം വരുമ്പോഴത്തേക്കും അദ്ദേഹം വളരെ പുറകോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ്? ഈ ക്ലീൻ എനർജിയുടെ കാര്യത്തിൽ പുറകോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഒരു വളരെ അൺഫെയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ക്ലീൻ എനർജി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ക്ലീൻ എനർജി. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ക്ലീൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ റിയൽ ക്ലീൻ എനർജി? നമ്മളിപ്പം ടെസ്ല കാറിൽ വെക്കുന്ന ആ ബാറ്ററി, do you understand the damage that battery, making that battery does to the environment? There is severe damage, in making that battery. The chemicals, the components that used in that battery, it's being extracted all over the world. അപ്പൊ അമേരിക്കയിൽ പൊള്യൂഷൻ കുറയുമായിരിക്കും, ബട്ട് വേറെ പല സ്ഥലത്തും നേച്ചറിനെ നശിപ്പിച്ചുകൊണ്ടാണ് ആ സാധനം ഉണ്ടാക്കുന്നത്, ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ. സോ ഈ ക്ലീൻ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഒരിക്കലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നില്ല. ഇലക്ട്രിസിറ്റി സംതിങ് ഹാസ് ടു ഗിവ്. either it has to be hydel power, or it has to be nuclear power, or it has to be thermal power, or it has to be conventional power. There has to be some kind of a source, and most of the real valid and voluminous sources have some kind of environmental problem associated with it. So electric power that we are getting in Tesla is not clean. If you wanted to kind of study more about it, you can. So when you talk about Paris Accord or whatever that Trump walked away from, we have to understand again, it's a fairness. We have, see, even in that agreement itself, China has to comply by like 2023 or something. India has to comply by like 2025 or something. America has to comply right away. So what it is going to do? It's going to take our economy back. And if you watch India and China kind of countries, I'm not saying that we are cheating people or whatever. We have no problem signing stuff, but we don't enforce. But America sign a thing, we start enforcing it the next day. So we have to be in a fair arrangement. In any type of arrangement that we get into, it has to be fair. So Paris Accord, again, it's not a law. It's actually something that Obama went and signed as the president. Congress never approved Paris Accord. So what I'm trying to say is this: moving away from Paris Accord was again an America first policy. It is not an anti-environment policy or not anti-clean energy policy. Because what Trump felt is this is a very unfair agreement for America. And we don't want to be in unfair situations. We want to be in fair, level playing field situations. And that is all Trump is saying. He's not against clean energy. പക്ഷെ ആ സെയിം തിങ്ങില് വിൻസൻ, അതിന്റെ വേറൊരു വശം കൂടെ ഇല്ലേ? ആ വേറൊരു വശം എന്ന് പറയുന്നത്, ഇപ്പൊ ട്രംപ് കഴിഞ്ഞ 3 കൊല്ലത്തിനകത്ത് ധാരാളം റെഗുലേഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞ് കോൾ ഇൻഡസ്ട്രിയെ ഒക്കെ മുമ്പോട്ട് കൊണ്ടുവരാൻ വളരെയധികം ശ്രമം നടത്തി. പക്ഷെ ആ കോൾ ഇൻഡസ്ട്രിയിൽ റീഗെയിൻ ചെയ്ത ജോബ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, coal is become much more expensive. Coal energy become much more expensive, and oil and natural gas is actually much cheaper than that. ഇപ്പം ഈ സോളാർ എനർജി ഒക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്ന ടെക്നോളജി is actually improving so much. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ലേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ അത് ലീഡ് ചെയ്യാൻ ആക്ച്വലി അമേരിക്കയ്ക്ക് നല്ലത്. കാരണം ചൈനയും അതുപോലെ രാജ്യങ്ങളൊക്കെ ഈ ഓൾട്ടർനേറ്റ് എനർജിയിൽ വളരെയധികം ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. ഈ പാരീസ് അക്കോർഡിലെ ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കാണുന്നത്, ഈ ഒരു ഫീൽഡിൽ അമേരിക്കയ്ക്ക് ലീഡ് ചെയ്യാമായിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ നമ്മൾ നഷ്ടപ്പെടുത്തത്. വി ആക്ച്വലി walked away from the global platform as a leader of driving clean energy and renewable sources of energy which will actually reduce the pollution and global warming. അപ്പൊ അതിനകത്ത് നമ്മൾ വാക്ക് അവേ ചെയ്തത് കൊണ്ട് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ഒരു എക്കണോമിക് ഗെയിൻ എവിടെയാണ് ഉണ്ടായത്? അമേരിക്ക എക്കണോമിക് ഗെയിൻ അമേരിക്കയുടെ ചങ്ങല എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. പാരീസ് അക്കോർഡിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്തത് വഴി അമേരിക്കയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് ഈ ടെക്നോളജിയിലെല്ലാം. അമേരിക്ക ഈ ടെക്നോളജിയിൽ അമേരിക്കയ്ക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അല്ല അമേരിക്ക പാരീസ് അക്കോർഡിൽ ചേർന്നത്. അമേരിക്ക പാരീസ് അക്കോർഡിൽ ചേർന്നത് ബാക്കിയുള്ള രാജ്യങ്ങളോട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? എല്ലാവരും ചേരാൻ വേണ്ടിയിട്ടാണ്. അമേരിക്ക റിസർച്ച് എല്ലാം, അത് ഏത് ഫീൽഡിലുള്ള റിസർച്ച് ആണെങ്കിലും ആ റിസർച്ച് എല്ലാവരും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ടെസ്ലയുടെ ആള്, why he came from South Africa to start his company in America? Why he didn't go to China? Why he didn't go to India? So America is still the freest country to do any type of research, any type of new venture. And America is America is innovation capital of the world, right? So our innovation capital എന്നുള്ളത് നമുക്ക് ബെനിഫിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് we have to invest. അതിനെ പാരീസ് അക്കോർഡ് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ബട്ട് വി ആക്ച്വലി വെന്റ് ബാക്ക് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ കോൾ എനർജി. അതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മള് അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കാളവണ്ടി വളരെ ഒരു സമയത്ത് നല്ലതായിരുന്നു, പക്ഷെ ആ നമ്മൾ വീണ്ടും നമ്മുടെ ഫിലോസഫി ഡിഫറൻസസിലേക്കാണ് ഇവിടെ വരുന്നത്. ഞാൻ ഈ ജോൺ പറഞ്ഞ കാര്യങ്ങളിലെ ആ നന്മകളൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ, governments should not be into the business of doing business, producing things or doing things. When government get into any agreement, it should not put one country at a disadvantage when compared to another country. That's what happened in Paris Accord.
ഓക്കെ, താങ്ക് India യു വിൻസെന്റ്. and താങ്ക് യു China. വിൻസെന്റ്. ടൈം ഈസ് ടു എക്സ്ട്രീംലി എൻഡിങ്. അതുപോലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ബൈഡൻ ജയിക്ക് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ 11 മില്യൺ ഇല്ലീഗൽ ഇമിഗ്രൻസിന് അദ്ദേഹം പ്രോസസ്സ് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ലീഗലൈസ് ചെയ്യുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അവരാണ് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഹൗ ഡു യു റിയാക്ട്, ഐ മീൻ ആസ് എ റിപ്പബ്ലിക്കൻസ്? You know, as a Republican, I believe illegal means something. Illegal means illegal. I'm not supposed to do illegal activity. John is not supposed to do illegal activity, and you're not supposed to do illegal activity. So anybody who does illegal activity, we cannot support it because it's by definition. I cannot tell my son, go do illegal activity. So how can I reward somebody who is doing illegal activity? I understand the humanitarian thing of it. You know, I told my wife when I came in 92, whether we get green card or not, and the family green card and citizenship ഒന്നും ആരും ഉണ്ടായിരുന്നില്ല എന്ന്. ഞാൻ എന്ന് പറഞ്ഞു, I love this place. I'm not going anywhere, whether I get green card or not. That's my personal decision. I mean, I of course did everything legally, but that is my personal decision. But illegal cannot become legal in the Constitution. Illegal is illegal. So we can never consider, Republicans will never consider illegal activity legal because we are a very law-abiding people. I mean, we have അതിന്റെ വേറൊരു സൈഡില്ലേ, അതായത് ഇന്ന് അമേരിക്കയിലെ 11 മില്യൺ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടെങ്കിൽ അതിലൊരു സിംഹഭാഗവും വർക്ക് ചെയ്യുന്നത് ഫാമുകളിലും അതുപോലെയുള്ള മറ്റ് വളരെ ബേസിക് ആയിട്ടുള്ള ജോബുകളാണ്. അത് ഫാം ഞാൻ ഉദ്ദേശിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ മാത്രമല്ല, ആനിമൽ ഫാമുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. അത് മുഴുവൻ റെഡ് സ്റ്റേറ്റിലാണ്. അത് ബ്ലൂ സ്റ്റേറ്റിലില്ലെന്നല്ല, എല്ലാ റെഡ് സ്റ്റേറ്റിൽ തന്നെയാണുള്ളത്. അതായത് റിപ്പബ്ലിക്കൻ ലീഡ് ചെയ്യുന്ന സ്റ്റേറ്റുകളിൽ അവിടെ ഫാമുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഫാക്ടറികളും പ്രവർത്തിക്കുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിന്, എസ്പെഷ്യലി ഫുഡ് പ്രോസസിംഗ് പ്ലാന്റുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഒരു സൈഡ്, ഞാനും ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, കാരണം ലീഗലി വരണം തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അമേരിക്കയിലുള്ള ചില ജോബുകൾ ചെയ്യാൻ അമേരിക്കയിൽ ആളില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇല്ലീഗൽ ഇമിഗ്രൻസിന് വന്ന് ഇവിടെ ജോലി കിട്ടിയല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് ഇവിടെ വരത്തില്ല. പക്ഷെ ഇല്ലീഗൽ ഇമിഗ്രൻസിന് ജോലി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. ഇപ്പൊ ടൈസന്റെ ചിക്കൻ പ്രോസസിംഗ് പ്ലാന്റിലും അതുപോലെ ഫാമുകളിലൊക്കെ ഇതാ നടക്കുന്നത്. 15 സെക്കൻഡ് അതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം. ഐ ആം റിയലി സോറി, 40 മിനിറ്റ്സ് നമ്മൾ കവർ ചെയ്തു. സോ വളരെ താങ്ക് യു വിൻസെന്റ് പാലത്തിങ്കൽ. അതായത് നിങ്ങളുടെ പോസ്റ്റും ഇതെല്ലാം അനുസരിച്ച് ഇറ്റ്സ് എ പ്രിവിലേജ് ആൻഡ് ഓണർ ടു മീ യു ടു ബി ഹാവ് ഹിയർ. അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടർ ജോൺ മാത്യു പ്രത്യേകം നന്ദി. എല്ലാവർക്കും നന്ദി. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.